ഫസ്റ്റ് ഓഫ് ഓൾ മാറി നടന്നേക്കാം എന്ന് വിചാരിച്ച് ഞാൻ മാറി നടക്കുന്നതല്ല. ഗൗരിലക്ഷ്മിയെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് റീൽസ് വരുന്നുണ്ട്. എന്റെ പേര് പെണ്ണ്, എനിക്ക് വയസ്സ് 13. എന്റെ പേര് പെണ്ണ് എന്നുള്ളത് ആളുകൾ വളരെയധികം ട്രോൾ ചെയ്യുന്നുണ്ട്. ഓർമ്മ വച്ച കാലം തൊട്ടു കണ്ടു വന്നൊരാളെന്റെ പിന്നിലറിയാത്ത പോൽ തൊട്ടു. അതിന്റെ പേര് അവർ പറയുന്നത് അവരെ കുറിച്ച് തന്നെയാണ്. അവർ പറയുന്നത് എന്നെ കുറിച്ചല്ല, എന്നെ കുറിച്ച് പറയുന്നത് ഞാനാണ്. ആർട്ടിനെ ആർട്ടായിട്ട് കാണാനും ഈ ഉണ്ടാക്കി കൊടുക്കുന്നത് ദോശയോ മസാല ദോശയോ അല്ല, പാട്ടാണ് എന്നുള്ള ബോധവും അപ്പുറത്തുള്ള ആൾക്ക് ഉണ്ടാവുക. അപ്പോൾ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആവുക, അല്ലെങ്കിൽ നമുക്ക് ദേഷ്യം വരുന്നത് മാറിയിട്ട് നമുക്ക് അവരോട് സിമ്പത്തി തോന്നുന്നു. വേറെ ആളുടെ സാധനം കണ്ടിട്ട് ഒരാൾ അതിൻ്റെ താഴെ പോയിട്ട് അത്രയും സമയം സ്പെൻഡ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് അത് ടൈപ്പ് ചെയ്ത് അത് കയറ്റുന്നുണ്ടെങ്കിൽ അത് അയാളുടെ ജീവിതം അത്രയും പരിതാപകരമായതുകൊണ്ടാണ്. എൻ്റെ മെയിൻ പ്രയോറിറ്റി ഈ പറഞ്ഞ പോലെ തീം എന്താണ് അതൊന്നുമല്ല. എൻ്റെ മെയിൻ പ്രയോറിറ്റി എനിക്ക് സമാധാനമായിട്ട് പണിയെടുക്കാൻ പറ്റണം എന്നുള്ളത് മാത്രമാണ്. എന്റെ ഫാമിലി ഫോട്ടോ ഞാൻ ഇതിൽ ഇടുമ്പോഴത്തേക്കും അതിൽ നിന്ന് പൊക്കി എടുത്തോണ്ട് വേറെ ഏതെങ്കിലും മീഡിയയിൽ ഇട്ടിട്ട് അതിന്റെ മുകളിൽ ഈ പാവപ്പെട്ട വലിയ വലിയ താര ആരാധകരൊന്നും ഇല്ലാത്ത ആളാണ്, എന്നാലും ഒരു ലൈക്ക് തരില്ലേ? അങ്ങനെ ആരൊക്കെയോ എനിക്ക് തെറി വാങ്ങി തരുന്നുണ്ട്. ചില കമന്റുകൾ കാണുമ്പോൾ അവരുടെ ജീവിതത്തിലെ സമാധാനമില്ലായ്മ നമ്മൾ കാരണമെന്ന് തോന്നും. ആ കമന്റ് കാണുമ്പോൾ വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. 13-ാം വയസ്സിൽ ആദ്യ ഗാനം ആലപിച്ച ആളാണ് ഗൗരിലക്ഷ്മി. ഇപ്പോൾ അവർക്ക് വയസ്സ് 31. നേരെ തിരിഞ്ഞു അക്കങ്ങൾ. ഇപ്പം മ്യൂസിക് ഡയറക്ഷൻ ചെയ്യുന്നു. സിനിമയുടെ പേര് ഇടി, മഴ, കാറ്റ് എന്നാണ്. സിനിമയിലെ മറ്റ് പ്രധാന കഥാപാത്രങ്ങൾ ചില ഗ്ലോബൽ താരങ്ങളൊക്കെ ഉണ്ട്. അസീസ് നെടുമങ്ങാടിനെ പോലുള്ളവർ, പിന്നെ സെന്തിലുണ്ട്, ഗീതി സംഗീതമുണ്ട്. നമസ്കാരം. ഗ്ലോബൽ. ഗൗരിലക്ഷ്മി ഒരു മ്യൂസിക് ഡയറക്ടറായിട്ടൊരു ലോഞ്ചാണ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത ടൈപ്പ് ഒരു സിനിമയല്ല ഗൗരിലക്ഷ്മി വരുന്നത്. ഞാനൊക്കെ ഉദ്ദേശിച്ചിരുന്നത് ഭയങ്കര യൂത്ത്ഫുൾ ആയിട്ടുള്ള ഒരു പെപ്പി ലവ് സ്റ്റോറിയോ അല്ലെങ്കിൽ ഭയങ്കര റെവല്യൂഷണറി ആയിട്ടുള്ള ഒരു സിനിമയൊക്കെ ഉണ്ടാവുമല്ലോ. ഞാൻ പറഞ്ഞുതരാം. അപ്പൊ അങ്ങനെയോ അല്ലെങ്കിൽ കുറച്ചുകൂടി ഈ എന്തെങ്കിലും കൈൻഡ് ഓഫ് ഒരു പ്രതിഷേധമൊക്കെ ഉള്ള എന്തെങ്കിലും ഒരു പടത്തിൽ, അതായത് യൂത്തിന്റെ എന്തെങ്കിലും ഭയങ്കര ഈ ആയുധെഴുത്ത് പോലെ എന്തെങ്കിലും ഒരു കാര്യത്തിലൊക്കെ ഗൗരിലക്ഷ്മി വരുന്നത് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം ഗൗരിലക്ഷ്മിയുടെ വരികളിലായാലും സംസാരത്തിലായാലും ജീവിത രീതിയിലായാലും ഈ പറഞ്ഞ ഒരു നടപ്പ് രീതികളിൽ നിന്ന് മാറി ചിന്തിച്ചാൽ എന്താ, അല്ലെങ്കിൽ ചെയ്താൽ എന്താ എന്നുള്ള ഒരു ചോദ്യം എപ്പോഴും ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. ഇത് വന്നു വീണതാണോ, അതായത് ഇത് സാധ്യത മനസ്സിലാക്കി ഇപ്പോൾ ചെയ്യാൻ ഏറ്റതാണോ? ഫസ്റ്റ് ഓഫ് ഓൾ മാറി നടന്നേക്കാം എന്ന് വിചാരിച്ച് ഞാൻ മാറി നടക്കുന്നതല്ല. അത് പുറത്തുനിന്ന് നോക്കുന്നവർക്കത് മാറി നടക്കുന്നതായിട്ട് തോന്നുന്നതാണ്. ഞാനങ്ങനെ മാറി എനിക്ക് ഇഷ്ടമുള്ള വഴിക്ക് അങ്ങ് പോണു. അവര് ഏത് ഡയറക്ഷനിലേക്ക് മാറി നടക്കുന്നതെന്ന് എന്തെങ്കിലും ഇവരെ കാണിച്ചു കൊടുത്തേക്കാം എന്ന് പറഞ്ഞ് നമ്മൾ നടക്കുന്നതല്ലല്ലോ, നമ്മളങ്ങനെ നടക്കുകയാണല്ലോ. അപ്പൊ കാണുന്നവർക്ക് ചിലപ്പോൾ അങ്ങോട്ട് നീങ്ങുന്നു ഇങ്ങോട്ട് നീങ്ങുന്നു ഇപ്പൊ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം ജനറലി ഈ പറഞ്ഞ ലൈഫിൽ അങ്ങനെ ഭയങ്കര എന്തെങ്കിലും എല്ലാവരും ഇങ്ങോട്ട് വെറുപ്പിച്ചേക്കാം, തോപ്പിച്ചേക്കാം, അങ്ങനൊന്നും ഇല്ല. അങ്ങനെ തോന്നുന്നുണ്ടോ? വെറുപ്പിച്ചേക്കാന്നല്ല, ഒരു പുതിയ കാര്യം ട്രൈ ഔട്ട് ചെയ്യുന്ന ഒരാളുടെ. അത് ഫസ്റ്റ് ഓഫ് ഓൾ 13 വയസ്സിൽ മ്യൂസിക് ഡയറക്ഷൻ തന്നെയാണ് ഞാൻ ചെയ്തത്. കാസിനോവയില് സഖി എന്നുള്ള പാട്ടിന്റെ മ്യൂസിക് ആൻഡ് ലിറിക്സ് ആണ് ചെയ്തത്. പക്ഷെ അതൊരു പാട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതൊരു ഫുൾ ഫ്ലെഡ്ജ് മൂവി ചെയ്യുവാണ്. അപ്പം ഇതും കുറച്ച് നാൾ മുന്നേ തന്നെ നമ്മൾ തുടങ്ങിയ വർക്കാണ്. ഇപ്പം റീസെന്റ് തുടങ്ങിയല്ല, കുറച്ച് വർഷങ്ങളായിട്ട് നടക്കുന്നൊരു വർക്കാണ്. ഇപ്പം അവിടെ കോവിഡ് വന്നതിനിടയ്ക്ക് അപ്പം അങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ട് കുറച്ച് നീണ്ടാണ് വന്നത്. അപ്പൊ എനിക്ക് നല്ല ടൈം കിട്ടിയിട്ടുണ്ട്. ഞാൻ അങ്ങനെ ചൂസ് ചെയ്തൊന്നുമല്ല, എനിക്ക് ഇങ്ങോട്ട് വന്നതാണ്, എൻക്വയറി വന്നതാണ്. എൻ്റെ മെയിൻ പ്രയോറിറ്റി ഈ പറഞ്ഞ പോലെ തീം എന്താണ് അതൊന്നുമല്ല. എൻ്റെ മെയിൻ പ്രയോറിറ്റി എനിക്ക് സമാധാനമായിട്ട് പണിയെടുക്കാൻ പറ്റണം എന്നുള്ളത് മാത്രമാണ്. എനിക്ക് നമ്മൾ മുമ്പേ ഉള്ള ഇന്റർവ്യൂ പറഞ്ഞ സമാധാനമാണ് എൻ്റെ പീസ്ഫുൾ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റണം. പീസ്ഫുൾ ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നമ്മൾ ചെയ്യുമ്പോഴേക്കും റെസ്പെക്ട്ഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യുക. അങ്ങനെ പെരുമാറ്റ റെസ്പെക്ട് മാത്രമല്ല, നമ്മൾ ക്രിയേറ്റീവ് ആയിട്ട് ഒരു സാധനം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അത് മനസ്സിലാക്കാനും അതിനെ ആർട്ടായിട്ട് കാണാനും ഉള്ള ശേഷി അപ്പുറത്തുള്ള ആൾക്കുണ്ടെങ്കിൽ നമുക്ക് വളരെ സുഖമായിട്ട് ജോലി ചെയ്യാൻ പറ്റും. അപ്പം ആർട്ടിനെ ആർട്ടായിട്ട് കാണാനും ഈ ഉണ്ടാക്കി കൊടുക്കുന്നത് ദോശയോ മസാല ദോശയോ അല്ല, പാട്ടാണ് എന്നുള്ള ബോധവും അപ്പുറത്തുള്ള ആൾക്ക് ഉണ്ടാവുക എന്നുള്ളതാണ് എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി. ഇത് കരിഞ്ഞു എന്നെങ്കിൽ അടുത്ത് ഉണ്ടാക്കിത്താന്ന് പറയണമല്ല, ഇത് കുറച്ച് സമയം എടുക്കുന്ന കാര്യമാണ്. അത് നമ്മുടെ അവസ്ഥയും നമ്മൾ എവിടെയാണ്, നമ്മൾ ലൈഫിൽ എവിടെയാണെന്നൊക്കെ അനുസരിച്ചാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് വരിക എന്നൊക്കെ ഉള്ളൊരു സ്പേസ് എനിക്ക് ഉണ്ടാവണം, ആ ഒരു ഫ്രീഡം എനിക്ക് ഉണ്ടാവണം, സമാധാനം ഉണ്ടാവണം എന്നുണ്ടായിരുന്നു.
അപ്പൊ അതുണ്ടെന്ന് തോന്നിയതുകൊണ്ട് ഈ മ്യൂസിക് പ്രൊഡക്ഷനിൽ അങ്ങനെ മനസ്സിലാക്കാത്ത അല്ലെങ്കിൽ നിങ്ങളുടെ മെന്റൽ സ്പേസ് ഏതാണെന്ന് മനസ്സിലാക്കാത്ത ആളുകൾ നമ്മൾ ഏത് മനുഷ്യന്മാരോട് വർക്ക് ചെയ്താലും ഏത് ഫീൽഡിൽ വർക്ക് ചെയ്താലും ഉള്ളതാണല്ലോ. നമുക്ക് ഒത്തുപോകാൻ പറ്റാത്ത ആളല്ല, അപ്പുറത്തുള്ള ആൾ ഒത്തുപോകാൻ പറ്റുന്ന ആൾ അല്ലെങ്കിൽ വലിയ പാടായിരിക്കും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി. ഓൺ ആയിട്ട് ഈ ഷോസ് ചെയ്ത് തുടങ്ങിയിട്ടും അങ്ങനത്തെ എല്ലായിടത്തും അവസാനം ഉണ്ട്. നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിലും നമ്മൾ വേറെ ആൾക്ക് വേണ്ടി വർക്ക് ചെയ്യുവാണെങ്കിലും അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അല്ലെങ്കിൽ വലിയ ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിരിക്കും. അപ്പുറത്തുള്ള ആൾക്ക് ഇത് മനസ്സിലാവണം, അയാൾ ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവണം. ഒരു മിഡിൽ ഗ്രൗണ്ടിൽ ഇത് കൂട്ടിമുട്ടാൻ പറ്റില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. അത് നമ്മുടെ മാനസികാവസ്ഥനെയും ബാധിക്കും, നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനത്തിനെയും ബാധിക്കും. അപ്പൊ ആ ഒരു പീസ് എനിക്ക് കിട്ടിയത് കൊണ്ടാണ് ഞാനത് കമ്മിറ്റ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു. പിന്നെ കേട്ടപ്പോഴും വളരെ സമാധാനപരമായിട്ട് ജോലി ചെയ്യാൻ പറ്റുന്ന തീമാന്നും കൂടി എനിക്ക് തോന്നി. പീസ്ഫുൾ ആയിട്ട് വർക്ക് ചെയ്യാം. ഞാൻ ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിൽ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളാണ്, തന്നെ പാട്ടിൽ ചെയ്യുന്ന ആളാണ്. അപ്പം ആ ഒരു സ്പേസിൽ നിന്നും എൻ്റെ ഇഷ്ടത്തിന് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനും എൻ്റെ ഇഷ്ടപ്പെട്ട ചില ജോണേഴ്സ് കൊണ്ടുവരാനും ഒക്കെ പറ്റുന്ന ഒരു സ്പേസ് ആണെന്നും തോന്നി. അപ്പം എൻ്റെ ടൈറ്റിൽ സോങ് എനിക്ക് ഈ 3 പാട്ടിൽ ഏറ്റവും ഇഷ്ടം ടൈറ്റിൽ സോങ് ആണ്. അതിൻ്റെ അടുത്ത് വരുന്നുണ്ട്. അപ്പം അതിൽ അണ്ടകടാഹം മനുഷ്യന്റെ മനസ്സ് പോലെ എന്നാണ് വരുന്നത്. അപ്പം അങ്ങനെയുള്ള കുറച്ച് രസമുള്ള കാര്യങ്ങൾ എഴുതാൻ പറ്റി. കുറച്ച് കാര്യങ്ങൾ ഇഷ്ടമുള്ള കുറച്ച് എന്താ പറയാ കാര്യങ്ങൾ യൂസ് ചെയ്യാൻ പറ്റി എന്നുള്ളത് കൊണ്ട് ചെയ്തു. ഗൗരി, ഈ പടത്തിന്റെ RR വർക്ക് ചെയ്യുന്ന സമയത്ത് അതിനൊരു ഗ്രാമർ ഉണ്ട്. ചില സമയത്ത് അതിന് ഗ്രാമർ ഉണ്ടെന്ന് പറയും, ഒരു ട്രെൻഡ് ഫോളോ ചെയ്ത് പോകാന്ന് പറയും. ചില സമയത്ത് ചില ആളുകൾ ആ ഗ്രാമർ പൊട്ടിക്കും. ഇപ്പൊ സ്ഥിരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പൊ റെക്സ് വിജയനൊക്കെ വന്ന് നമ്മുടെ മലയാള സിനിമയ്ക്ക് ഒരു മാറ്റം കൊടുത്ത പോലെ ഉണ്ടല്ലോ. ഒരു ഗ്രാമർ ഉണ്ടെന്നാണോ വിശ്വസിക്കുന്നത്, അതോ ഗൗരി തന്നെ ഒരു കാര്യം ഐഡന്റിഫൈ ചെയ്തങ്ങ് ചെയ്യുകയാണോ ചെയ്യുന്നത്? ഗ്രാമറിലെ വിശ്വസിക്കുന്നത്. ഞാനും ഗണേഷും കൂടെയാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്നത്. പാട്ടുകളിലെയും പ്രൊഡക്ഷൻ ചെയ്തിരുന്ന ഗണേഷാണ്, മ്യൂസിക് ലിറിക്സ് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ മെയിനായിട്ടും ചെയ്തത് ഒന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെ സെപ്പറേറ്റ് അവരുടെ സ്വഭാവം വെച്ചിട്ട് അവർക്ക് ഏറ്റവും യോജിച്ച രീതിയിൽ മ്യൂസിക്കലി അവരെങ്ങനെ പ്രസന്റ് ചെയ്യാം എന്നുള്ളതാണ് ഒരു ഫോക്കസ്. അതായിരുന്നു. രണ്ടാമത്തെ ഫോക്കസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില സിറ്റുവേഷൻസിൽ ഒന്നിൽ കൂടുതൽ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സ് ഒരുമിച്ച് വരുമ്പോഴേക്കും ഇവരെ എങ്ങനെ മിക്സ് ചെയ്യാം, ആ സിറ്റുവേഷനിലേക്ക് ഇവരെ എങ്ങനെ പ്ലേസ് ചെയ്യാം. അങ്ങനെയുള്ള 2 സാധനങ്ങളാണ്. ഒരുപാട് തീമുകളും ഒരുപാട് സാധനങ്ങളും കുത്തിക്കയറ്റരുതെന്ന് എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ആളുകൾ തിരിച്ചു പോകുമ്പോഴേക്കും കുറെ സാധനങ്ങൾ കേട്ട് മറ്റേ തലയ്ക്കകത്ത് പുകയായിട്ട് പോകാണ്ട് ഒരു തീമെങ്കിലും അവരുടെ തലയിൽ ഇരിക്കുവാണെങ്കിൽ ആ തീം കൊണ്ടുപോകുമ്പോൾ ക്യാരക്ടറിനെയും കൂടെയാണ് അവർ കൊണ്ടുപോകുന്നത്. അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ്റെ ഒരു പെർട്ടിക്കുലർ ആ ഒരു ഓരോ ക്യാരക്ടറിനും എങ്ങനെയാണോ ഒരു ക്യാരക്ടറിന് ഒരു ഗെറ്റപ്പും ഒരു കോസ്റ്റ്യൂം അല്ലെങ്കിൽ ഒരു ഇപ്പൊ പറഞ്ഞ പോലെ ഒരു സ്ലാങ് അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിന്റെ അവരുടെ മുഖത്തുള്ള പ്രത്യേകതകളായിരിക്കാം. അതുപോലെ തന്നെ അവിടെ ഒരു പ്രത്യേകതയായിട്ട് ആ ഒരു തീം അവരുടെ കൂടെ അവരെവിടെ വന്നാലും അവിടെ ഉണ്ടാവണം എന്നുള്ള ആ ക്യാരക്ടറിന്റെ ഭാഗമായിട്ട് തന്നെ ഒരു തീം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് അതായിരുന്നു എനിക്ക് തോന്നുന്നു മെയിൻ ഫോക്കസ്. അതായിരുന്നു എനിക്ക് തോന്നുന്നു ക്യാരക്ടേഴ്സിന്റെ കൂടെ തന്നെ അങ്ങനെ കൂടെ പോകാൻ പറ്റുക എന്നുള്ളത്. അല്ലെങ്കിൽ ഇപ്പം എന്തെങ്കിലും പിന്നെ ഇത്ര നേരം ഇത് ഓടിയില്ല, എന്നെങ്കിൽ പിന്നെ ഇത് വായിച്ചു കയറ്റാം അല്ലെങ്കിൽ ഇത് പാടിക്കയറ്റാം എന്നുള്ള സ്ഥലത്ത് പോകുന്നതിന് പകരം ക്യാരക്ടറിന് ഒപ്പം തന്നെ പോകുന്ന അവരുടെ കോസ്റ്റ്യൂമിലോ അവരുടെ മേക്കപ്പോ അല്ലെങ്കിൽ അവരുടെ സംസാര രീതിയോ അവരുടെ സ്വഭാവത്തിന്റെ കൂടെ തന്നെ ആ മ്യൂസിക്കും അവരുടെ കൂടെ തന്നെ സിനിമയിൽ കൊണ്ടുപോകുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ട്. അത് ഗ്രാമർ ആണോ എന്ന് എനിക്കറിയില്ല, ഞാൻ ഗ്രാമർ അങ്ങനെയൊന്നും ആലോചിച്ചിട്ടില്ല. അപ്പം എനിക്ക് അതായിരുന്നു മെയിൻ ഫോക്കസ് എനിക്ക് തോന്നുന്നു. ക്യാരക്ടറിന്റെ ഐഡന്റിറ്റിയുടെ ഭാഗമാക്കാൻ മ്യൂസിക്കിന് പറ്റുവാണെങ്കിൽ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എനിക്ക് തോന്നുന്നു. നേരത്തെ മനസ്സമാധാനത്തിനെ പറ്റി പറഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം ചോദിക്കണമെന്നുണ്ട്. മനസ്സമാധാനത്തിന് അത്ര എളുപ്പത്തിൽ ചേർത്ത് വെക്കാൻ പറ്റിയിരുന്ന കുറച്ച് നാളുകൾക്ക് വരെ ഇത് അറിയാൻ ആഗ്രഹമുണ്ട്. കാരണം ഗൗരിലക്ഷ്മിയെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് റീൽസ് വരുന്നുണ്ട്. മറ്റേ എൻ്റെ പേര് പെണ്ണ് എന്നുള്ളത് ആളുകൾ വളരെയധികം ട്രോൾ ചെയ്യുന്നുണ്ട്. ചില പാട്ടുകളുടെ ഇംപ്രവൈസേഷനെയും ആളുകൾ വിമർശിക്കുകയാണ്, അതിന് തമാശ ഉണ്ടാക്കുകയാണ് ഗൗരിലക്ഷ്മിയുടെ ക്രിയേഷൻസിൽ. അത് അങ്ങനെ കണ്ടുകൊണ്ട് അതിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആയിട്ട് മനസ്സമാധാനം കണ്ടെത്താൻ പറ്റുന്നുണ്ടോ? ഒന്ന് എലാബറേറ്റ് ചെയ്ത്. മനസ്സമാനം കെടുത്തോ? അതെങ്ങനെ ഇലാബറേറ്റ് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു പ്രോസസ്സാണ്. ആദ്യം മാറുന്നതിനെ നോക്കാൻ പറ്റുക, പിന്നെ അത് അവര് പറയുന്നത് അവരെ കുറിച്ച് തന്നെയാണ്. അവര് പറയുന്നത് എന്നെ കുറിച്ചല്ല, എന്നെ കുറിച്ച് പറയുന്നത് ഞാനാണ്. അവരെന്നെ കുറിച്ച് സംസാരിച്ചാൽ അവരെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആവും അല്ലെങ്കിൽ നമുക്ക് ദേഷ്യം വരുന്നത് മാറിയിട്ട് നമുക്ക് അവരോട് സിമ്പത്തി തോന്നുള്ളൂ. കാരണം എനിക്ക് ഈ പറഞ്ഞ പോലെ വളരെ സന്തോഷമുള്ള വളരെ സമാധാനമുള്ള ഒരു സ്പേസ് ഇരിക്കുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ ഒരിക്കലും വേറൊരാളുടെ ഒരു പാട്ട് അല്ലെങ്കിൽ ഒരാളുടെ എന്തോ ആയിക്കോട്ടെ ഒരാളുടെ ക്രിയേഷൻ കണ്ടിട്ട് അതിനെ തെറി വിളിക്കുക എന്നുള്ള സ്ഥലത്തോട്ട് എനിക്ക് ചിന്തിക്കാനേ വയ്യ. അപ്പം അത് എൻ്റെ
ഞാൻ അത്രയും നല്ല സ്ഥലത്തിരിക്കുന്നു, മാനസികമായിട്ട് അത്രയും നല്ല സ്ഥലത്തിരിക്കുന്നതുകൊണ്ടാണ്. Nice. വേറെ ആളുടെ സാധനം കണ്ടിട്ട് ഒരാൾ അതിന്റെ താഴെ പോയിട്ട് അത്രയും സമയം സ്പെൻഡ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് അത് ടൈപ്പ് ചെയ്ത് ഇത് കേട്ടുന്നുണ്ടെങ്കിൽ അത് അയാളുടെ ജീവിതം അത്രയും പരിതാപകരമായോണ്ടാണ്. അത് ശരിക്കും മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നമ്മളത് ബാധിക്കില്ല. ശരിക്കും മനസ്സിലാവാൻ കുറച്ച് പണിയാണ്, പക്ഷെ അത് ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. സീരിയൽ കാണുമ്പോൾ ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ചില പ്രൊഫൈലേക്ക്, നേരത്തെ ചേട്ടൻ പറഞ്ഞ പ്രൊഫൈലേക്ക് എടുത്ത് നോക്കും, ഞാൻ ഭയങ്കര കഷ്ടമാണ്, വളരെ സങ്കടം വരും കാണുമ്പോൾ. അയ്യോ പാവം. ഞാൻ നിങ്ങളോട് എല്ലാവരും ചോദിച്ചോട്ടെ, ഇപ്പൊ മറ്റുള്ള ചില ആൾക്കാരുടെ മനസ്സിൽ അവരുണ്ടാവണ ഇടിയും മഴയും കാറ്റും ഫ്രസ്ട്രേഷനും ഒക്കെ ഉണ്ടല്ലോ, അത് അവർക്ക് ജീവിക്കാൻ പറ്റാത്ത ജീവിതങ്ങൾ നിങ്ങളൊക്കെ ജീവിക്കുന്നതിന്റെ ഒരു ഭാഗമായിട്ട് വരുന്നതാണെന്ന് തോന്നിയിട്ടുണ്ട് എപ്പോഴെങ്കിലും? അത് മാത്രമാണ് സന്തോഷം. അവരുടെ ജീവിതം സന്തോഷം ഇല്ലാത്തതുകൊണ്ടാണ് വേറെ ആള് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർക്ക് പറ്റാത്തത്. സിമ്പതി മാത്രം, നമുക്ക് ദേഷ്യം പോലും തോന്നാൻ പാടില്ല എന്നാണ്, സിമ്പതിയെ തോന്നാൻ പാടുള്ളൂ എനിക്ക് തോന്നുന്നു. ദേഷ്യം പോലും അവിടെ അത്ര എനർജി അവിടെ കൊടുക്കേണ്ട കാര്യമില്ല. ചില കമന്റുകൾ കാണുമ്പോ അവരുടെ ജീവിതത്തിലെ സമാധാനമില്ലായ്മ നമ്മൾ കാരണമെന്ന് തോന്നും. ഓക്കെ, ഞങ്ങളാണ് മെയിൻ. ആ കമന്റ് കാണുമ്പോ നീയൊക്കെ എന്താടാ, അപ്പൊ പുള്ളിയുടെ സമാധാനക്കേട് ഞങ്ങളാ. ആലോചിച്ചു ഇതെന്തിങ്ങനെ പറഞ്ഞത്, അതാണ് ചിന്തിച്ചു. പിന്നെ അത് ചിന്തിക്കരുത്, അതൊന്നും അങ്ങനെ അയക്കുക. അങ്ങനെ തോന്നിയിട്ടുണ്ട് സെന്തിലിന്? എന്തിനും അങ്ങനെ ആക്രമണം ഒന്നും ഇല്ലാതെ എല്ലാവരും ഇഷ്ടം മാത്രം കിട്ടിപ്പോകുന്ന ഒരാളാണ്. ആക്രമിച്ചതായിട്ടോ വിമർശിച്ചായിട്ടോ അങ്ങനെയല്ല. എന്നാൽ കമന്റ്സുകളൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ വരും. എന്റെ ഫാമിലി ഫോട്ടോ ഞാൻ ഇതിൽ ഇടുമ്പോഴത്തേക്കും അതിൽ നിന്ന് പൊക്കി എടുത്തോണ്ട് വേറെ ഏതെങ്കിലും മീഡിയയിൽ ഇട്ടിട്ട് അതിന്റെ മുകളിൽ ഈ പാവപ്പെട്ട കുടുംബത്തിലെ വലിയ താര ആരാധകരൊന്നും ഇല്ലാത്ത ആളാണ്, എന്നാലും ഒരു ലൈക്ക് തരില്ലേ? അങ്ങനെ ആരൊക്കെയോ എനിക്ക് തെറി വാങ്ങി തരുന്നുണ്ട്. ഞാൻ സ്വയം ഭയം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഇനി ഇവിടെ ഈ പടത്തോടുകൂടി അവസാനിക്കുന്നു അങ്ങനെ എന്തെങ്കിലും തോന്നിയിരുന്നോ അന്ന് ചാലക്കുടി ചങ്ങാതി ചെയ്യുമ്പോ? ഇല്ല ഇല്ല ഇല്ല, അതെ, തുടക്കം അതൊരു തുടക്കമാണല്ലോ, ഒരു അല്ലേ തുടക്കം. കാരണം സെന്തിലിന്റെയൊക്കെ തുടങ്ങാൻ അവിടെ സെന്തില് നമ്മള് ഒരു സിനിമയോട്ട് ഉള്ള ബന്ധങ്ങളൊന്നുമില്ല. അപ്പം മുമ്പുള്ള കാലങ്ങൾ മുതലേ നമുക്കറിയാവുന്നതും ആഗ്രഹങ്ങൾ നമ്മൾ കേട്ടതും നമ്മൾ ഇനി എന്നാവും എന്നൊക്കെ പറയുന്ന നമ്മളെ സിറ്റുവേഷൻസ് ഒരുപാട് നമ്മുടെ ചർച്ചകളിലൊക്കെ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ ആ പെട്ടെന്ന് ചാലക്കുടിക്കാരൻ ചങ്ങാതി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഷോട്ടിൽ തന്നെ എനിക്ക് ആ തെങ്ങിന്റെ അവിടെ ഇരുന്നപ്പോൾ എനിക്ക് സെന്തിലായിട്ട് അങ്ങ് തോന്നി ആ ഒരൊറ്റ ഷോട്ടിൽ. പിന്നെ നമ്മൾ ഫുള്ള് കണ്ടത് മണിച്ചേട്ടനായിരുന്നു. സീരിയസ്ലി. കാരണം ഒരു പക്ക മിമിക്രി ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ പോലും മണിച്ചേട്ടനാവാൻ അനുകരിച്ചിട്ടില്ല, സെന്തിലാണ് ചെയ്തത്. പക്ഷെ സെന്തിലിനെ അവിടെ കണ്ടിട്ടില്ല നമ്മള്. കാരണം കണ്ട ഉടനെ ഞാൻ വിളിച്ചിട്ടാ നീ എവിടെടാ, എനിക്ക് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തരണം, നീ ഗംഭീരായി പോയി, ഒരു രക്ഷയില്ല. ഒരു മിമിക്രിക്കാർ ചെയ്തിരുന്നെങ്കിൽ, ഇപ്പം മിമിക്രിയാണ് എന്നാൽ പോലും ചെയ്തിരുന്ന ഇവൻ മിമിക്രി ആക്കിയാണ്, പക്ഷെ മിമിക്രി ആക്കിയിട്ടില്ല. അത് കഴിഞ്ഞ് പിന്നെ ആൾക്കാർക്ക് പേടിയുണ്ടായിരുന്നു, അത് കഴിഞ്ഞ് ഞാൻ ഇനി ഇത് വിട്ട് പോകുമോ എന്നുള്ള ആ ഒരു കിടക്കുമോ എന്നുള്ളത്. അത് കഴിഞ്ഞ് വന്നാണ് വൈറസ് ആഷിഖയുടെ. അപ്പൊ അതിൽ വേറൊരു മന്ത്രിയായിട്ട് ഒരു സമയം. അപ്പോൾ പിന്നെ എനിക്ക് അങ്ങനെയാണ് പിന്നെ രാജീവ് രവി സാറിന്റെ പടങ്ങളും അങ്ങനെ ഒരുപാട് പടങ്ങൾ. പിന്നെ അത് ഈ ഇടിമഴക്കാറ്റിൽ ഇങ്ങനെ ഒരു ക്യാരക്ടർ തരാൻ വേണ്ടിയിട്ട് അമ്പിളിരംഗൻ ചേട്ടൻ സെലക്ട് ചെയ്തതും അതൊക്കെ തന്നെ ആയിരിക്കാം. കുറച്ച് അപ്ഡേറ്റ്സിനെ പറ്റി ചോദിക്കണം. വാഴ 2 എപ്പോ തുടങ്ങും? അയ്യോ അറിയില്ല. പാട്ടൂല് ഞങ്ങള് ഉണ്ടോന്ന് തന്നെ സംശയം. കാരണം അത് വേറെ കഥയാ. ഓക്കെ. പിന്നെ എന്തോ ചെറിയൊരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞു. അത് വലിയ ഇമ്പോർട്ടന്റ് സാധനം ഒന്നുമല്ല. ചിലപ്പോ സോങ്ങിലായിരിക്കാം, എന്തെങ്കിലും ചെറിയൊരു സാധനം ഉണ്ടെന്ന് പറഞ്ഞു. അല്ല ഷൂട്ട് എപ്പോഴാണോ എന്താണെന്ന് അറിയത്തില്ല. പക്ഷെ വാഴ 2 അച്ഛനെ കണ്ടിട്ട് ഒരുപാട് രോമാഞ്ചം കിട്ടി, ഒരുപാട് ആവേശം കിട്ടി എന്നൊക്കെ പറഞ്ഞു ഫീഡ്ബാക്ക് പറഞ്ഞവര്. തീർച്ചയായിട്ടും അതൊരു കാരണം ഞാന് നമ്മളെ മലയാളി പ്രേക്ഷകരെക്കാൾ ഏറ്റവും കൂടുതൽ ഞാൻ പിന്നെ ബാംഗ്ലൂരും ബോംബെയിലൊക്കെ ചെന്നപ്പോ ഹിന്ദിക്കാർ, പിന്നെ നമ്മളെ തമിഴ്, അവരൊക്കെ ഒരുപാട് പേര് വന്നു. ഭയങ്കര സന്തോഷമായി. അതൊക്കെ കേട്ടോ ഞെട്ടിപ്പോ നമ്മളെ എന്റെ സുഹൃത്തുക്കൾ മലയാളികൾ എന്റെ കൂടെ ഉള്ള ഹിന്ദിക്കാരൊക്കെ ഒന്ന് കഴിയുന്നപ്പോ അതാണ് ഏറ്റവും വാഴ എന്ന് പറയുന്ന സാധനം. പിന്നെ കണ്ണൂർ സ്ക്വാഡ്. ഇപ്പൊ ഇടയ്ക്ക് ഞാൻ ധ്യാനിന്റെ ഒരു പടം ചെയ്യാൻ പോയപ്പോ തേനി, കമ്പം തേനി, അവിടെയുള്ള ആൾക്കാർ കണ്ണൂർ സ്ക്വാഡിനെ കുറിച്ചൊക്കെ ഭയങ്കര ജയ് 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 ഹേ, അത് ഭയങ്കര സന്തോഷം. അതെ അതെ അതെ.
ഇമാജിനസ് ആയിട്ടുള്ള actor. ഗ്ലോബൽ അതെ, അതെ, global. അങ്ങനെയൊക്കെ പോകുന്നു. ഒരു ക്യാൻസർ ഒക്കെ മേടിച്ചാൽ അങ്ങനെ അങ്ങ് പോകുന്നു. ഈ സൂരി ഈ അടുത്തൊരു അഭിമുഖത്തിൽ പറയുന്നത്, തമിഴ് നടൻ സൂരി. എന്നെ കുറിച്ചോ? അല്ല, അദ്ദേഹത്തിന്റെ ജീവിതത്തെ പറ്റി ഒരു അഭിപ്രായം. ഞാൻ അറിഞ്ഞില്ലല്ലോ. അദ്ദേഹം ഈ കോമഡി കഥാപാത്രങ്ങൾ തന്നെ ചെയ്തിട്ട് ഇപ്പോ ആഫ്റ്റർ ഈ വിടുതലെ, കൊത്തുകാളി പോലുള്ള സിനിമകളൊക്കെ വരുമ്പോ അദ്ദേഹത്തിന് നല്ല ഭയമുണ്ട്. അതായത് അദ്ദേഹത്തിന്റെ കോമഡി ട്രാക്ക് വിട്ടുപോവോ, എന്നെ ഈ കോമഡിക്ക് ആളുകൾ വിളിക്കില്ലേ, ഞാൻ സീരിയസ് ആയി പോവാ. സീരിയസ് ആവുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ റോളുകൾ വരുമെങ്കിൽ പോലും അതിന്റെ എണ്ണം കുറയും. അതുപോലെ ആളുകൾ നമ്മളെ സെലക്റ്റീവായി ഇഷ്ടപ്പെടുക, അങ്ങനെ ഒരുപാട് ഭയങ്ങളുണ്ട് അദ്ദേഹത്തിന്. അസീസിക്ക് ഇപ്പൊ അങ്ങനത്തെ ഫേസിലൂടെ കടന്നു പോകണ്ടോ? തീർച്ചയായിട്ടും. ഇന്നലെ സംസാരിച്ചതേ ഉള്ളൂ നമ്മളല്ലേ. ഭയങ്കര ഒരു സംഭവം അത്. ആ ഒരു ഞാൻ പണ്ടല്ല ഇടക്കാലങ്ങളിൽ തന്നെ ഞാൻ സുരാൻ്റെ അടുത്ത് നമ്മൾ ചോദിച്ചു, നമ്മൾ പേഴ്സണലായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ സുരാൻ്റെ ഒരു നല്ലൊരു കോമഡി സിനിമ ഞാനൊക്കെ ആഗ്രഹിക്കുന്നു. സത്യത്തിൽ പ്രേക്ഷകൻ എന്നൊരു പ്രേക്ഷകനായിട്ടാണ്, ഒരു ഫാനായിട്ടാണ് പുള്ളിയുടെ കൂടെ കൂടുകയും കാലങ്ങളിൽ പുള്ളിയുടെ കൂടെ പ്രോഗ്രാം ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞാ പറ്റുന്നില്ലടാ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ അത് എന്ത് പറ്റാത്തതെന്ന് ഞാൻ ആലോചിച്ചു. പക്ഷെ അത് ഞാൻ ഇപ്പം അനുഭവിക്കാം. ഭയങ്കര കൺഫ്യൂഷൻസ്, ഭയങ്കര പാടാ. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണമെന്നല്ല, ഏത് തരത്തിൽ ചെയ്താലാണ് അത് കൊള്ളാം, എന്ത് ചെയ്താലും നിലനിൽക്കാൻ പറ്റുള്ളൂ, ഭയങ്കര കൺഫ്യൂഷൻ, ഭയങ്കര പ്രശ്നം. അത് ആ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് കറക്റ്റാ. തമാശ മിസ് ചെയ്യുന്നുണ്ടോ ഭയങ്കരമായിട്ട്? തമാശ മീൻസ് ഇപ്പോ നമ്മുടെ ഇപ്പൊ കാലഘട്ടത്തിനനുസരിച്ച് അതെ ആൾക്കാരുടെ ആസ്വാദന ശൈലി രീതികൾ മാറുന്നു. ഇപ്പൊ നമ്മള് പണ്ട് അടൂർ ഫാസിൽ സാറൊക്കെ അഭിനയിച്ച അതെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷെ അത് നമ്മൾ കാണുമ്പോൾ നമുക്കത് ഇതെന്ത് കോമഡി, ഇതെന്താ ഓക്കെ. പിന്നെ നമ്മൾ ആസ്വദിച്ചത് സിദ്ദീഖ് സാറ്, ലാൽ ഡയറക്ടർ, അവരുടെയൊക്കെ കോമ്പോയിലുള്ള അക്കരെ അതൊക്കെയാണ് നമ്മൾ ഇഷ്ടപ്പെട്ടത്. അപ്പൊ അതിനുശേഷം വന്ന ഒരു കാലഘട്ടം തലമുറ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെയാണ് ഈ കോമഡിയിലും ഇതൊക്കെ വന്നത്. ഇപ്പൊ അത് പോയി. ഇപ്പൊ മറ്റേ റീൽസിൽ കണ്ട് കോമഡി 4.5 മില്യൺ ഒക്കെ അടിക്കുന്ന അത് നമുക്ക് കാണുമ്പോൾ ഇതെന്താണ് കോമഡി നമുക്ക് തോന്നാറുണ്ട്. പക്ഷെ അവിടെ നമ്മൾ എത്തിയില്ല. അവിടെ എത്തിയില്ല. അപ്പൊ ഞാൻ ആലോചിച്ചിട്ടുണ്ടോ. പക്ഷെ അതിലുപരി ബൈചേട്ടൻ, നമ്മളെ ട്രിവാൻഡ്രം ബൈ സന്തോഷ് ബൈചേട്ടൻ, പുള്ളിക്ക് ഈ കാലഘട്ടത്തിലുള്ള പയ്യന്മാരുടെ ചില ഭാഷാ രീതികളാണ്, ഓരോ വാക്കുകൾ പുള്ളിക്കെല്ലാം അറിയാം. പുള്ളി ഇപ്പം ചെയ്ത ഒരു പടത്തിൽ പുള്ളി അങ്ങനെ ഒരു വാക്ക് പറയാം. ഇതെന്ത് വാക്ക്? അത് ഇപ്പോഴത്തെ പയ്യന്മാരുടെ പിടിച്ച് പറഞ്ഞിട്ടുണ്ട്. ന്യൂജൻ. അപ്പോ അത് ഇങ്ങനെ വരുമ്പോ അപ്പൊ നമ്മൾ ആ ശൈലി ചെയ്താൽ ഇപ്പോഴത്തെ ഉള്ളവർക്ക് ഇഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഭയം ഇല്ലാതില്ല. സത്യം. സെന്തിൽ ഈ ഒരു പോലീസ് കഥാപാത്രത്തെ മറ്റൊരു പോലീസ് കഥാപാത്രത്തിൽ നിന്ന് വ്യത്യസ്തപ്പെടുത്താൻ വേണ്ടി കാര്യമായിട്ടൊരു ഗൃഹപാഠം ചെയ്യുന്നുണ്ടോ? ഉണ്ട്. എന്താ അത് പറഞ്ഞേ? അല്ല, ഇപ്പോ ഈ പോലീസ് നമ്മൾ എപ്പോഴും എന്തെങ്കിലും കഥാപാത്രങ്ങൾ ഇങ്ങനെ കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് കിടക്കും. അപ്പം ഒരേപോലത്തെ വരുമ്പോഴത്തേക്കും നല്ല സിനിമയാവും. പക്ഷെ പോലീസ് കഥാപാത്രങ്ങൾ ഞാൻ നേരത്തെയും ചെയ്തിട്ടുള്ളതുകൊണ്ട് അപ്പോ അതിൽ നിന്ന് ഈ ക്യാരക്ടർ വ്യത്യസ്തമാണോ എന്നുള്ളത് നോക്കും. പക്ഷെ ഇടിമഴ കാറ്റിനകത്തുള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി വ്യത്യാസങ്ങളുണ്ട് പോലീസ് ക്യാരക്ടറിന്. ഒന്ന് അതിന്റെ സ്ലാങ്, പാലക്കാടൻ സ്ലാങ് ആണ് എന്റെ ക്യാരക്ടറിന്. പിന്നെ കുറച്ച് നല്ല തടിയൊക്കെ ഉണ്ട് അതിനകത്ത്, നിങ്ങൾക്ക് പടം കാണുമ്പോൾ അറിയാം. പിന്നെ കുറച്ച് കഷണ്ടിയൊക്കെ ആക്കി രൂപത്തിൽ അങ്ങനെ ഒരു കുറച്ച് വ്യത്യാസം കൊണ്ടുവരാൻ പറ്റി. മാത്രമല്ല ഈ എഴുത്തിനകത്ത് തന്നെ ഈ കഥാപാത്രത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒരു അപകർഷതാ ബോധമൊക്കെ ഉള്ള ഭയങ്കര കോംപ്ലക്സ് ഉള്ള ഒരു ക്യാരക്ടറാണ്. അതായത് പുള്ളി ഒരു SI ആണ്. പക്ഷെ പുള്ളിയുടെ ഉയർന്ന ഉദ്യോഗസ്ഥരൊക്കെ പുള്ളിയുടെ മുന്നിൽ വന്നിട്ട് ഇംഗ്ലീഷിലോ അങ്ങനെയൊക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ പുള്ളി മറ്റുള്ളവരെന്ത് വിചാരിക്കും, പുള്ളിക്ക് അങ്ങനെ കോൺഷ്യസ് ആയി പോകും. പുള്ളിക്ക് ഇങ്ങനെ പറയാനൊക്കെ ഒരു തപ്പിത്തറയുന്ന വിക്കല്ല എന്നാൽ അതുപോലത്തെ ഒരു അങ്ങനെ ഉള്ള ഒരു പ്രശ്നങ്ങൾ ഒരുപാടുള്ള, മനസ്സിനകത്ത് ഒരുപാട് ഇടിയും മഴ കാറ്റ് കൊണ്ട് നടക്കുന്ന ഒരാളാണ്. പക്ഷെ അത് ഓവർകം ചെയ്യും പുള്ളി. അപ്പൊ അങ്ങനെയുള്ള ഒരു കഥാപാത്രമാണ്. അപ്പൊ എനിക്ക് പോലീസ് കഥാപാത്രങ്ങളിൽ നമ്മൾ കുറെ കണ്ടിട്ടുള്ളതിൽ നോ നോൺസെൻസ് കൃത്യം നിർവഹിക്കുക, കുറ്റാന്വേഷിച്ച് പിടിക്കുക, അതല്ലാതെയും കാര്യങ്ങളുണ്ട് ഇവിടെ ചെയ്യാൻ. ഉണ്ട്. അതല്ലാണ്ട് പുള്ളിക്കുള്ളിൽ നടക്കുന്ന കുറെ സംഭവങ്ങളുണ്ട്, ഇന്റേണൽ കോൺഫ്ലിക്ട്സ് ഒക്കെ ഉണ്ട്. ആ സാധനങ്ങളുണ്ട്. അപ്പൊ അതാണ് ഈ കഥാപാത്രത്തെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാൻ കാരണം. നമ്മളിപ്പോ കുറ്റം കണ്ട് ഹോസ്റ്റലറിലൊക്കെ ചെയ്തതാണ് അന്വേഷണം. ഗിർ എന്ന് പറയുന്ന സിനിമയിൽ ഞാൻ ഒരു പോലീസ് ക്യാരക്ടർ, അത് നമ്മൾ ഒരുമിച്ചൊരു സീനുണ്ട്. അതൊരു കോമഡി പരിപാടിയാണ്, ക്രൈസിസ് മാനേജ്മെന്റ് ആണ്. അങ്ങനത്തെ ഒരു പരിപാടിയാണ്.
അല്ല, നിങ്ങൾ കുറെ നേരം സംസാരിച്ചല്ലോ, ഞങ്ങൾ സംസാരിക്കട്ടെ. അപ്പൊ ഈ കഥാപാത്രമാണ് എന്നെ, ഈ ഒരു സംഭവങ്ങളാണ് എന്നെ ഇതൊരു ചെയ്യാൻ വേണ്ടി. ഇതും പോലീസ് ആയതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ എടുക്കാനൊന്നും മടിക്കുമല്ലോ. പക്ഷെ പോലീസ് ആണെന്ന് പറഞ്ഞു, പക്ഷെ കഥ കേട്ടപ്പോൾ ഇങ്ങനത്തെ സംഭവം നമുക്ക് ചെയ്യാൻ ഇച്ചിരി ചലഞ്ചുള്ള പരിപാടിയാണ്. പിന്നെ പാലക്കാടൻ സ്ലാങ് സംസാരിക്കണം. അപ്പൊ അത് നമ്മള് പാലക്കാടിൽ ഇങ്ങനെ ചുമ്മാ സംസാരിക്കും പോലെ അല്ലോ. ഇപ്പൊ ഇമോഷൻ സംഭവങ്ങളുണ്ട്, പിന്നെ അല്ലാതെ ലെങ്തി ഡയലോഗുകൾ അല്ലാതെ ഉണ്ട്. അപ്പൊ എല്ലാ സംഭവവും ഈ സ്ലാങ്ങിൽ നിന്നുകൊണ്ട് തന്നെ പറയുകയും വേണം. അപ്പൊ അതൊക്കെ കൊണ്ടാണ് ഈ ക്യാരക്ടർ തിരഞ്ഞെടുക്കാൻ കാരണം. ഈ സംഗീതം ഈ തിയേറ്റർ ഒക്കെ ചെയ്യുമ്പോൾ ഒരു കാര്യം, നമുക്ക് ഒരുപാട് ഈ പ്രാക്ടീസിന്റെ റിഹേഴ്സലിന്റെ ഒരു ബാക്കപ്പ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഗീത ചേച്ചിന് മുമ്പ് നമ്മളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, അതായത് ലൊക്കേഷനിലേക്കുള്ള കാറിലേക്ക് പോകുന്ന ഇടവേളയിലോ അല്ലെങ്കിൽ തലേ ദിവസം രാത്രിയൊക്കെയാണ് ഇതാണ് ക്യാരക്ടർ എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോഴൊക്കെ മെസ്സേജ് വരിക. അങ്ങനെ പോലും വരാത്ത എന്താ പറയാ, ഷോർട്ട് റെഡി ഇതാണ് കേട്ടോ ഇപ്പൊ എടുക്കാൻ പോകുന്ന സീൻ എന്ന് പറഞ്ഞ് ഒരു 2 പേജ് 3 പേജ് ഡയലോഗ് എത്തുന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ രാവിലെ മുതൽ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, എന്താ ഇത് നേരത്തെ തരാത്തത്? ഡയറക്ടറുടെ എൻട്രി ആണ് ബാക്കിൽ നിന്ന്. അതിനല്ലേ ഞങ്ങൾ ഗീതി സംഗീത വിളിക്കുന്നത്. ഞാൻ പറഞ്ഞാൽ എനിക്ക് സുഖിച്ചു, പക്ഷെ ഞാനാണല്ലോ ഡയലോഗ് പറയേണ്ടത്. ഒന്നുമല്ല, ഇല്ല ഇവരൊക്കെ നമ്മളൊക്കെ ചെയ്തുള്ളൂ. സത്യം പറഞ്ഞാൽ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ആക്ട്രസ് ഒക്കെയാണ്. ഒരു സാധനം കൊടുത്താണ്ടല്ലോ അവര് അതൊക്കെ ചെയ്യുന്ന. ഞാൻ നമ്മൾ കുറെ പറഞ്ഞു ചെയ്തിട്ടില്ലേ, ഇപ്പൊ സാധനമൊക്കെ ചെയ്യുമ്പോ ഭയങ്കരമായിട്ട് ഇപ്പൊ പറയുന്ന ഇതുപോലെ നമുക്കും വന്നിട്ടുണ്ട് അതുപോലെ ഒരുപാട്. ഇപ്പൊ പിന്നെ CBI 5 സത്യം പറയാലോ, ഒരു കൊട്ടാരത്തിലെ ഒരു മറ്റേ നമ്മുടെ പ്രമാണം കൊണ്ട് കിടക്കും പോലെയാണ് സ്ക്രിപ്റ്റ് കിടക്കുന്നത്. ആരെയും കൊടുക്കത്തില്ല, ഫോട്ടോ എടുക്കാൻ സമ്മതിക്കത്തില്ല. അല്ല സീരിയസ്ലി നമ്മൾ മേക്കപ്പ് കണ്ടിരിക്കുമ്പോഴാണ് കൊണ്ട് തരുന്നത്. ഏറ്റവും വലിയ തമാശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ സ്ലാങ് ചെയ്യുമ്പോ ഇപ്പൊ ചിലതിൽ നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടാവും, അതിനകത്തെ കണ്ടന്റ് എന്താ നോക്കി നമുക്ക് ആ എന്താ പറയാ അതിന്റെ മാറ്റർ നഷ്ടപ്പെടാൻ നമ്മൾ പറഞ്ഞാൽ മതിയായിരിക്കും, ഇംപ്രവൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ സ്ലാങ് ഉള്ള സ്ഥലത്ത് അറ്റ്ലീസ്റ്റ് ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും ആ സാധനം തന്നാൽ ആ സ്ലാങ്ങിൽ പറയേണ്ടി വരും. അപ്പൊ നമ്മള് ഡബ് ചെയ്യുമ്പോൾ കറക്റ്റ് ചിലര് വായിലിട്ട് ഉരുട്ടി ഡയലോഗ് പറയുന്ന ആൾക്കാരുണ്ട്. അവർക്ക് ഡബിങ്ങിൽ ചിലപ്പോൾ പറഞ്ഞാൽ ചിലപ്പോൾ അത് ഓക്കെ ആയിരിക്കും. എന്നെയൊക്കെ സംബന്ധിച്ച് ഞാൻ എന്ത് പറഞ്ഞാലും അതിന്റെ ലിപ്പിൽ കാണും. അപ്പൊ ഈ പറയുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് പറഞ്ഞാലേ നമ്മൾ ഡബിങ്ങിൽ കറക്റ്റ് ആക്കാൻ പറ്റുള്ളൂ അല്ലേ. അപ്പൊ അത് മര്യാദയ്ക്ക് ചെയ്യാന്നുള്ളത് ഒരു ആർട്ടിസ്റ്റിന്റെ ആക്ച്വലി അവരുടെ ബേസിക് നീഡാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ചെയ്യാനൊരു അവസരം നമുക്ക് തരണമല്ലോ. ഒരു പടത്തിൽ വിളിച്ചാൽ, അതെ, ഒരു പടത്തിൽ വിളിച്ചാൽ മാത്രം പോരാ, അത് പെർഫോം ചെയ്യാനുള്ള ഒരു സ്പേസ് തരാന്ന് പറയുന്നുണ്ടല്ലോ. സീരിയസ്ലി ഞാൻ പറയാണ്, അത് വടക്കുള്ളൊരു, ഞാൻ പടത്തിന്റെ പേരൊന്നും പറയുന്നില്ല, സ്പോട്ടിൽ, അതായത് 3 പേജുള്ള ഡയലോഗ്, ഒരു പേജ് എനിക്ക് സ്ലാങ് മാറ്റുന്ന ചെക്കൻ വന്ന് പറഞ്ഞു തന്നു, ഞാനത് പഠിച്ചു, ഇങ്ങനെയല്ലേ മോനെന്ന് ചോദിക്കുന്നു, അവൻ അതേന്ന് പറയുന്നു, ഞാൻ പോകുന്നു, സീൻ അപ്പൊ തന്നെ തുടങ്ങുകയാണ്. അപ്പം പകുതിക്ക് വെച്ചിട്ട് നിൽക്കുന്നു, ഒന്നും സംഭവിക്കുന്നില്ല, കട്ട് പറയുന്നില്ല, ഒന്നും നടക്കുന്നില്ല. അപ്പൊ ഡയറക്ടർ മൈക്കിൽ കൂടെ ഗീതി ഡയലോഗ് മറന്നോ? അപ്പൊ ഞാൻ പറഞ്ഞില്ല, കഴിഞ്ഞു. അപ്പോൾ ഉടനെ ചീഫ് അസോസിയേറ്റ് ഓടി വരുന്നു, 2 പേജ് ഇതും കൂടെ ഒന്നങ്ങ് പറഞ്ഞേക്കും കേട്ടോ എന്ന്. ലൈറ്റ് പോകുന്നേക്ക് 5:30 മണി. ഒരു വേറെ ആർട്ടിസ്റ്റാണ്, പുള്ളി വന്നില്ല. ഇത് ഓൾറെഡി ഉള്ളതാണ്, ഇവര് വിട്ടുപോയതാണ് കൊടുക്കാനായിട്ട്. ഓക്കെ, ഞാനിത് നോക്കിയിട്ട് എന്താണ് ആ സമയത്ത് പറയാനുള്ളത്, ഞാൻ പറഞ്ഞു നന്നായിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഞാനത് നോക്കി, ഞാനത് പറഞ്ഞു. ആ സമയത്ത് ഇതൊന്നും അവിടെ നടന്നു സിനിമ കാണുമ്പോൾ ആൾക്കാർക്ക് അറിയില്ല. അവിടെ ഗീതി എങ്ങനെ പെർഫോം ചെയ്തു എന്നായിരിക്കും പറയാം. അവരത് വന്ന് കുളമാക്കി അല്ലെങ്കിൽ നന്നാക്കി അല്ലെ. ആ പടം ഇറങ്ങിയ ദിവസം ആ സീനിലുണ്ടായിരുന്ന ആർട്ടിസ്റ്റ് എന്റെ നമ്പർ ഇല്ലാഞ്ഞിട്ട് ആൾ ഇൻസ്റ്റ വഴി എനിക്ക് മെസ്സേജ് അയച്ചു, ഗീതി ആ സീൻ ഭയങ്കര ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്, ആ സ്ലാങ് എത്ര നന്നായിട്ട് ഹാൻഡിൽ ചെയ്തേക്കണെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ മുള്ളിന്റെ മുനയിൽ നിന്നിട്ടാണ് ഞാൻ ആ സാധനം ചെയ്തിട്ടുള്ളത്, മനസ്സിലായോ? അപ്പൊ ഇതൊക്കെ അതിൽ കുറച്ചുകൂടി പ്രൊഫഷണലിസം കാണിക്കാം എന്നുള്ളതാണ് എനിക്ക് ഇവിടെ പറയാനുള്ളത്. അപ്പൊ അന്ന് ആ ഡയലോഗ് കഴിഞ്ഞ ഉടനെ പടം റിലീസ് ആവുന്നില്ല, അതാണ് നോക്കേണ്ടത്. അപ്പൊ ഒരു സംഭവം ഇറക്കുമ്പോൾ എത്രത്തോളം വൃത്തിയാക്കി ചെയ്യാൻ നോക്കിയാൽ എല്ലാവരും എല്ലാ ഭാഗത്തും എല്ലാ മേഖലകളിലും ചില സമയത്ത് നമ്മൾ ഈശ്വരാധീനം എന്നൊക്കെ പറയുന്നതിനാണ്. ഇപ്പൊ ഈ പറഞ്ഞ തിയേറ്റർ ചെയ്തതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് കൊണ്ടായിരിക്കാം മേ ബി ഡയലോഗ്സ് ഒക്കെ കുറച്ചുകൂടി നമുക്ക് അങ്ങനെ ഓർത്തു വയ്ക്കാനും ആ മൊമെന്റിൽ ഇതുപോലെ ഈ ഒരു നോട്ടം നോക്കിയിട്ടൊക്കെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് പലരെ കുറിച്ചും പറയില്ലേ, അങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ എത്തിക്കുകയാണ് അല്ലേ. എന്താ ഈ ഇടി മഴ കാറ്റിന്റെ തീം അങ്ങനെ സ്പോയിലേഴ്സ് ഇല്ലാണ്ട് ഞങ്ങളോട് പറയാൻ പറ്റും? ടൈറ്റിൽ തന്നെ ഉണ്ട്, ടീച്ചർ ഇറങ്ങിയപ്പോ തന്നെ പറയുന്നുണ്ട്. അത് ഇടിമഴക്കാറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക്, അതായത് ഇടിമഴക്കാറ്റ് പ്രകൃതിയിലുണ്ടാവുന്നതും മനുഷ്യന്മാരിലും ഉണ്ടാവും. ഇപ്പൊ വെള്ളെ
സമാധാനമാണ് പ്രയോറിറ്റി എന്ന് പറയുന്നത്. Yes, yes, yes. അതില്ലാതിരിക്കുന്ന സമയത്താണ് നമ്മൾ ഇടിമഴക്കാറ്റ് അല്ലേ? അങ്ങനെ ഒരു തീമാണ്. അല്ലാതെ നമ്മൾ ആ ഇടി എന്ന് ഉദ്ദേശിച്ച് പ്രകൃതിക്ഷോഭം അങ്ങനെ പരിപാടികളൊന്നുമല്ല. പിന്നെ തെക്കൻ തല്ലുപോലെ അല്ല മറ്റേ ഇടി അങ്ങനെ അല്ല, അതല്ല. ഇതൊരു വേറെ ടൈപ്പ് ഒരു മൂവിയാണ്. ഒരു ഫിസിക്കലായിട്ടുള്ള ഫൈറ്റ് അല്ലാണ്ട് ഇന്റേണൽ അതുകൊണ്ട് അത് കഥയുടെ ഭാഗമായിട്ടുള്ള ഒരു ചെറിയ ഫൈറ്റ്, അല്ലാതെ ഫൈറ്റ് സിനിമയോ അല്ലാതെ പ്രളയം. പക്ഷെ എല്ലാ സംഭവങ്ങളുടെയും ഒരു ഫ്ലേവർ എല്ലാതും ഉണ്ട്. എല്ലാ പ്രണയമുണ്ട്, അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്. ഒരു പ്രത്യേക ഒരു, അല്ലാതെ ഇടിമഴക്കാറ്റ് കൊണ്ട് ഉദ്ദേശിച്ചത് ഒരു മനുഷ്യന്റെ അപ്പോഴത്തെ പല പല അവസ്ഥകളാണ്. തലക്കകത്ത് നടക്കുന്ന ഇടിമഴക്കാറ്റാണ്. അതിന് നമുക്ക് മഴ സ്വസ്ഥതല്ലേ നമ്മളിങ്ങനെ കണ്ടോണ്ടിരിക്കും. അതൊരു മഴ കാറ്റ് എന്ന് പറഞ്ഞാൽ വേറൊരു ടൈപ്പ്. ഇടി എന്ന് പറഞ്ഞാൽ അതൊക്കെ തന്നെ ടെൻഷൻ. ചില സമയത്ത് ഭയങ്കര ശാന്തമായി കാറ്റ് മാത്രം അടിച്ച് നിൽക്കുന്നതായിരിക്കാം അല്ലേ? ഇപ്പൊ നിനക്ക് ഒരു ഇടിമഴയും കാറ്റൊക്കെ വന്നല്ലോ. എന്താണ് ചേച്ചിയുടെ കഥാപാത്രം? എന്റെ കഥാപാത്രം പെരുമാൾ എന്ന് പറഞ്ഞിട്ട് ചെമ്മഞ്ചേട്ടൻ അവതരിപ്പിക്കുന്ന ഒരു കഥാപാത്രം ഉണ്ട്. അതിന്റെ വൈഫാണ്. വനലത എന്നാണ് ക്യാരക്ടറിന്റെ പേര്. കുറച്ച് ആഫ്റ്റർ ചുരുളി. അപ്പൊ അങ്ങനെ വനലത എന്നാണ് ക്യാരക്ടറിന്റെ പേര്. കുറച്ച് തമിഴ് ടച്ചൊക്കെ ഉള്ള ഒരു ഫാമിലിയാണ്. കൊല്ലങ്കോട് പാലക്കാടുകാരിയായിട്ട്. നിങ്ങൾ എല്ലാവരും പാലക്കാട് സ്ലാങ് പറയുന്നുണ്ട് ഇതിനകത്ത്. ഞങ്ങള് പാലക്കാട്, ചെമ്പഞ്ചേട്ടൻ പാലക്കാടാണ്, ശ്രീനാഥ് ബാസി ട്രിവാൻഡ്രം സ്ലാങ്ങിലാണ്, ശരൺജിത്ത് തൃശ്ശൂര്, സുധികോപ്പ സുധിചേട്ടൻ മലപ്പുറം. അപ്പൊ അങ്ങനെ അത് ബംഗാളിൽ നിന്ന് ബംഗാളിയാണ്. അപ്പൊ ബംഗാളിൽ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇവരുടെ കുറച്ച് 3-4 സംസ്ഥാനങ്ങളിലൂടെ ഒരു ട്രാവൽ ഉണ്ട്. അപ്പൊ പാൻ ഇന്ത്യൻ പടം, പാൻ ഇന്ത്യൻ സ്റ്റോറിയാണ്. ഞാൻ ആലോചിച്ചത് ഇല്ല എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. കാരണം ഒരു ബംഗാളിലെ ഒരു ആർട്ടിസ്റ്റുകൾ, അല്ലാതെ നമ്മൾ സാധാരണ സിനിമകളിലൊക്കെ ബംഗാളികളൊക്കെ വിളിച്ചാൽ മതി. ബംഗാളിലെ പക്ക ആർട്ടിസ്റ്റുകളെ ഒരു കുറച്ച് ആർട്ടിസ്റ്റുകൾ തന്നെ ഉണ്ട്. തിയേറ്റർ ആർട്ടിസ്റ്റുകളുണ്ട്. ബംഗാളിലെ ഒരുവിധ ആർട്ടിസ്റ്റുകൾ തന്നെ ഫിലിമിലുണ്ട്. നമ്മുടെ ഇവിടുത്തെ ആളുകളെ പിടിച്ച് ഒറിജിനൽ ബംഗാളി ആർട്ടിസ്റ്റുകൾ അവരുടെ ഡേറ്റ് ഒക്കെ നോക്കി അങ്ങനെയൊക്കെ വന്നവരാണ്. അവർ ഡബ് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് പോയി അങ്ങനെ കുറെ സംഭവങ്ങൾ നടന്നൊരു ബംഗാളിലെ ഭാഗം അവര് തന്നെയാണ്. ബംഗാളി പഠിച്ചോ? ബംഗാളിൽ റിലീസ് ഉണ്ട് ശരിക്കും. സീരിയസ്ലി ബംഗാളിൽ ഡബ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ രണ്ടാമത് നമ്മുടെ പടത്തിൽ കുറെ ബംഗാൾ നമ്മൾക്ക് പടത്തിലെ എല്ലാം കേൾക്കുമ്പോഴേ പാലക്കാടൻ സ്ലാങ്, ബംഗാളി, തൃശ്ശൂര്, മലപ്പുറം എല്ലാം കൂടെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര രസമായിരിക്കും. ഒരു ഇടിമഴക്കാറ്റ്. അവർ ഒറിജിനൽ ബംഗാളി തന്നെ അല്ല, അവർ മലയാളം ചെറുതായിട്ട് പറയുന്നുണ്ട് അല്ലെ, നമ്മളെ കൂടെ നിൽക്കുന്നു. ഏതൊക്കെ വരാൻ പോകുന്ന സിനിമകൾ ഇനി? ഇടിമഴക്കാറ്റ്, പിന്നെ ആസിഫിന്റെ ആഭ്യന്തര കുറ്റവാളി, പിന്നെ വ്യസന സമേതം ബന്ധുമിത്രാദികൾ എന്ന് പറഞ്ഞ നമ്മളെ വാഴ ടീമിന്റെ വിവിധാസ പ്രൊഡ്യൂസർ, പിന്നെ ഇടി മിന്നൽ എന്ന് പറഞ്ഞ അനൂപേട്ടന്റെ ഒരു പടം. അങ്ങനെ കുറച്ചുണ്ട്. സിനിമകൾ ഇടി മിന്നൽ ഞങ്ങൾ ഒരുമിച്ചുണ്ട്. നമ്മൾ 2 സിനിമയിൽ ഒരുമിച്ച്, ഇതിലുണ്ട് ഇടി മിന്നലും. ചേച്ചിയുടെ സിനിമകൾ ഏതൊക്കെയാ? കൊറേ ഉണ്ടാവല്ലേ? കുറച്ചുണ്ട്. ഒരു കാര്യം നമുക്ക് ഇവിടെ പാക്കപ്പ് ചെയ്തിട്ട് ആ ലിസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് കാണിക്കാം. ഇവരെന്നല്ല എനിക്കൊരു വൻ ട്രോള്. ഗീതിച്ചി ഇല്ലാത്ത പടമില്ലല്ലോ, ഗീതിച്ചി ഇല്ലാത്ത 2 പടം പറയുന്നു. 2 പേരും കൂടി ചാടിയിട്ട് ചെമ്മീനും അവരും ഇല്ലാത്ത പടം. അത് ഡേറ്റ് ക്ലാഷ് അത്ര ഏജ് എനിക്കില്ല എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കും കേട്ടോ. അന്ന് ജോലിയായിരുന്നു, ഡ്യൂട്ടിയിലല്ലായിരുന്നു. കുറച്ച് പടങ്ങൾ ഇറങ്ങാനുണ്ട്. ഇത് കഴിഞ്ഞാല് പിന്നെ ഉണ്ട് വൈകുന്നേരത്തെ കടലുണ്ട്, ധീരൻ ഉണ്ട്, ആശാൻ എന്ന് പറഞ്ഞൊരു പടമാണ്. അങ്ങനെ കുറച്ച് പടങ്ങൾ ചെയ്തതുണ്ട്. മാം, ഈ മെന്റൽ ഹെൽത്ത് അല്ലെങ്കിൽ ആളുകൾ നന്നായി എംപത്തറ്റിക് ആയിട്ടിരിക്കുക മറ്റു മനുഷ്യന്മാരോട് എന്നുള്ളതിന്റെ ഭയങ്കര ഇമ്പോർട്ടൻസ് വരുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ. പ്രത്യേകിച്ച് സ്കൂൾ കുട്ടികളുടെ ഇടയിലൊക്കെ ഭയങ്കരമായിട്ട് വയലൻസ് കൂടുന്നു, അല്ലെങ്കിൽ എങ്ങനെയാണ് അപ്പുറത്തെ ആളുകളോട് ബിഹേവ് ചെയ്യേണ്ടത് കുട്ടികൾ പലപ്പോഴും മറന്നു പോകുന്ന സിറ്റുവേഷൻസ് ഒരുപാടുണ്ട്. ഇപ്പൊ പോലീസുകാരെ ഇടിച്ച് മറിച്ചിടുന്നു, ഹെഡ് മാസ്റ്ററോട് തർക്കിക്കുന്നു, റാഗ് ചെയ്തിട്ട് ഒരു സ്കൂൾ കുട്ടി മരണപ്പെടുന്നു, അങ്ങനെയുള്ള സന്ദർഭങ്ങളൊക്കെ തന്നെ. ഈ അന്ന് പൃഥ്വിരാജ് ഒരു സ്റ്റോറി ഇട്ടുണ്ടായിരുന്നു, എമ്പതിയാണ് വീടുകളിലും എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാവേണ്ട ആദ്യ പാഠം എന്നുള്ളത്. ഗൗരി ഇങ്ങനത്തെ കാര്യങ്ങളെ പറ്റിയൊക്കെ വളരെ വോക്കലാവുന്ന ഒരാളായതുകൊണ്ട് ഞാൻ ചോദിക്കുക, ശരിക്കും എമ്പതി എങ്ങനെയാ പ്രാക്ടീസ് ചെയ്യേണ്ടത്?
എമ്പതി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് കുറച്ച് പാടുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. അതൊരു ഇൻഹറൻ്റ് ആയിട്ട് വരുന്നൊരു കാര്യമാണ്. കൂടുതലും ഉണ്ടാക്കിയെടുക്കുന്നവരുണ്ട്, ഡെവലപ്പ് ചെയ്തെടുക്കുന്നവരുണ്ട്, പഠിപ്പിച്ചെടുക്കുക എന്നുള്ളത് കുറച്ച് പാടായിട്ടുള്ള കാര്യമാണ്. മനുഷ്യന്മാർ എമ്പത്തറ്റിക് ആവാന്നുള്ളത് അവര് മനുഷ്യന്റെ വയറ്റിൻ്റെ ഉള്ളിലുള്ള കാലഘട്ടം മുതൽ പുറത്ത് വന്ന് വലുതായി വരുന്ന എന്തൊക്കെ കാണുന്നു, കേൾക്കുന്ന ഓരോ കാര്യം, കാണുന്ന ഓരോ കാര്യത്തിൽ നിന്നും ഡെവലപ്പായി വരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് കുറച്ച് ടാസ്ക് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ആ ചോദ്യത്തിന് എങ്ങനെ ഉത്തരം പറയാൻ എനിക്കറിയില്ല. എമ്പതി ഈ പറയുമ്പോൾ രസമാണ്, എമ്പതിയാണ് എല്ലാവർക്കും വേണ്ടെന്നൊക്കെ പറയാം, പക്ഷെ അത് ഭയങ്കര ഒരു കോംപ്ലിക്കേറ്റഡ് ടോപ്പിക് അല്ല എമ്പതി എന്ന് പറയുന്നത്. ഒരാൾക്ക് എന്ത് തോന്നുന്നു നമുക്ക് മനസ്സിലാവുക, ഒരാൾക്ക് എന്ത് തോന്നുന്നു എന്ന് നമുക്ക് മനസ്സിലാവുന്നതല്ല, മറ്റേ ആളായി മാറുക എന്നുള്ളതാണ് എമ്പതി എനിക്ക് തോന്നുന്നു. അയാളുടെ മനസ്സിനുള്ളിൽ കയറാൻ പറ്റുക എന്നുള്ളതാണ് എമ്പതി എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നു ഈ സിനിമയിൽ ആ ഒരു ടോപ്പിക്കിൽ കൂടെ നമ്മൾ പോകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ പറഞ്ഞ ടൈറ്റിൽ സോങ്ങിലൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ മനുഷ്യന്റെ ജനറലി ഇപ്പം ഈ പറഞ്ഞ മാനസികാവസ്ഥയെ കുറിച്ചിട്ടും ആ ഒരു കൊമോഷനെ കുറിച്ചിട്ടൊക്കെ തന്നെയാണ് ആ പാട്ട് ടൈറ്റിൽ സോങ് തന്നെ ഉള്ളത്. ഈ പറഞ്ഞ തമ്മിൽ മനസ്സിലാക്കാൻ പറ്റാണ്ടിരിക്കുക, മറ്റൊരാളുടെ ഷൂസിന് മറ്റൊരാളുടെ ഉള്ളിൽ നിന്ന് ചിന്തിക്കാൻ പറ്റാണ്ടിരിക്കുക എന്നുള്ളത് വലിയൊരു പ്രശ്നം തന്നെയാണ്. അത് എല്ലാ കാലത്തും മനുഷ്യന്റെ പ്രശ്നമാണ്, അത് പുതിയ പ്രശ്നമൊന്നുമല്ല. ഇപ്പം നമുക്ക് കാര്യങ്ങൾ അറിയാനുള്ള ആക്സസ് കൂടുതലുള്ളത് കൊണ്ട് നമ്മൾ എല്ലാം അറിയുന്നു എന്നേ ഉള്ളൂ. എല്ലാ കാലത്തും പ്രശ്നങ്ങളുണ്ട്, വലിയവനും ചെറിയവനും എന്നുള്ളത് ഇപ്പൊ കുറഞ്ഞു വരികയാണ്. പണ്ട് ഈ പറഞ്ഞ ജാതി വ്യവസ്ഥയും അല്ലെങ്കിൽ ജെൻഡർ ഇക്വാലിറ്റി എന്നുള്ള എന്താന്ന് പോലും അറിയാത്തൊരു കാലം ഉണ്ടായിരുന്നു. ഇതിനേക്കാളും എക്സ്ട്രീംലി ക്രൂരമായിട്ട് ആളുകളെ കൂട്ടിയിട്ട് ഗ്യാസ് ചേമ്പർ ഇട്ട് കൊന്ന കാലഘട്ടങ്ങൾ നമുക്കുണ്ട്. അപ്പം എമ്പതി ഇല്ലായ്മ എന്നുള്ളത് മനുഷ്യൻ എപ്പോഴും കൂടെയുള്ളൊരു കാര്യമാണ്. ആളുകൾ എമ്പത്തറ്റിക് ആവുക, ആളുകൾക്ക് സഹാനുഭൂതിയുള്ള ആളുകളായിട്ട് മാറുക, അതിനൊക്കെ ഒരു സ്റ്റാർട്ട് അവിടെ ചിലപ്പോൾ ഈ സിനിമ കാണുമ്പോൾ പ്രേക്ഷകന്. പാട്ട് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്, ഒരു പാട്ട് പാടിയിട്ട് നമുക്ക് ഇത് അവസാനിപ്പിക്കാം. നമുക്ക് റിലീസ് ആയിരിക്കുന്നത് കാത്തിരുന്നു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞ പാട്ടാണ്. ഇത് 3 പാട്ടാണ് മൊത്തം ഉള്ളത്. അതിൽ ഒരു പാട്ടാണ് ഒരു കുറച്ച് ദുഃഖമുള്ളൊരു പ്രണയഗാനമാണ്. ഇതിൽ മെയിൻ ക്യാരക്ടർ ആയിട്ടുള്ള ഒരു ഫീമെയിൽ ക്യാരക്ടറാണ്. പുള്ളിക്കാരി ട്രാവലിൽ ആണ്, അതിന് ചുറ്റുമാണ് ഈ ക്യാരക്ടേഴ്സ് എല്ലാം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം പുള്ളിക്കാരിയുടെ ഒരു കാത്തിരിപ്പിനെ കുറിച്ചിട്ടുള്ള ഒരു പാട്ടാണ്. രണ്ടുപേരും പാടും. കാത്തിരുന്നേ ഞാൻ നിന്നെ, കാത്തിരുന്നേ ഞാൻ, വെയിലായി മഞ്ഞായി മഴയായി എന്നിട്ടും കാത്തിരുന്നേ ഞാൻ, കാത്തിരുന്നേ ഞാൻ. അപ്പോൾ ഈ ഒരു വൈബ്, ഈ ഒരു എന്താ പറയുക, നല്ല ചിന്ത, കുറേ ആളുകളുടെ ഇന്റേണൽ കോൺഫിഡൻസ്, അതൊക്കെ ആളുകൾക്ക് കമ്മ്യൂണിക്കേറ്റ് ആവട്ടെ, മനസ്സിലാവട്ടെ. 4 പേരുടെ നേരത്തെ ഒരുപാട് നന്ദി, നമസ്കാരം. താങ്ക് യു.